ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വെറൈറ്റി ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിനും ദോശക്കും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുള്ളനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ നാട്ടിലൊക്കെ ഈ മീൻ എന്താ പറയുകയെന്നൊന്ന് താഴെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ, 1-2 തണ്ട് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക്, പിന്നെ 5 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂണ് നല്ല ജീരകം, പിന്നെ ഒരു ചെറിയൊരു തണ്ട് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പൊടി ചേർത്ത് കൊടുക്കാം. അതിന് 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി ചേർക്കാം, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 കപ്പ് വെള്ളം, ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ജ്യൂസ് ആക്കുക. ഈ ഒരു രീതിയിൽ വേണം ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഓരോ മീൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം പരട്ടി കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ മീൻ മൊത്തം പരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഓരോ മീനും ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ ബാക്കി വരുന്ന മസാല ഒരിക്കലും നിങ്ങൾ കളയരുത്. പിന്നെ ഈ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കേണ്ടതാണ്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1-2 തണ്ട് കറിവേപ്പില ചേർത്തെടുക്കുക. എന്നിട്ട് നേരത്തെ ഫിഷിന് പുരട്ടി വെച്ച മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് ആ മസാലേൻ്റെ പ്ലേറ്റിലേക്ക് ഒരു ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഓരോ മീനും നമുക്ക് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ മീൻ മൊത്തം ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവി മൊത്തം ഫിഷിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കുക. ബൈ.